പാലക്കാട് മണ്ഡലത്തിലെ തിരിച്ചടി ന്യായീകരിക്കുകയാണ് CPM. കോൺഗ്രസ് RSS ഡീൽ ആരോപിച്ചാണ് CPMന്റെ പ്രതിരോധം. 3ാം സ്ഥാനത്താണെങ്കിലും BJPയുമായുള്ള വോട്ടന്തരം കുറച്ചത് പാർട്ടിയുടെ വലിയ നേട്ടമായാണ് നേതാക്കളുടെ പ്രതികരണം. തോറ്റു, എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് പാർട്ടി കണക്ക് പുസ്തകം തുറന്നു. 2021 3ാം സ്ഥാനത്തുള്ള ഞങ്ങളും 2ാം സ്ഥാനത്തുള്ള BJPയും തമ്മിലുള്ള വ്യത്യാസം 13,700 വോട്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,400 വോട്ടായി ചുരുങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ 2,400 വോട്ടായി ചുരുങ്ങി, വീണ്ടും ചുരുങ്ങി. ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പറഞ്ഞ സ്ഥിരം പല്ലവി പാലക്കാട് ആവർത്തിച്ചു. ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുന്നു. BJPയുടെ വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു പരസ്പര ഉപകാരം ഉണ്ടായിരിക്കും. പെട്ടി വിവാദവും പത്രപരസ്യവും പുലിവാലായെങ്കിലും പാർട്ടി ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഈ പെട്ടിന്റെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റു ചില വിവാദങ്ങൾ അത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല, ഇതുവരെ പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. ന്യായീകരണത്തിനിടയിലും കോൺഗ്രസിന് ഇട്ടൊരു കൊട്ട്. ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് വിട്ടുവന്നയാളെ മത്സരിപ്പിച്ച് 3ാം സ്ഥാനത്തായെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടില്ല. സഖാവ് സെരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.